ഹായ് ഓൾ, ഞാൻ അനുദീപ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത കാലത്ത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ അദ്ദേഹം വളരെ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പരമാവധി ആൾക്കാർ എന്ത് ചെയ്യണം, പ്രസവിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ ജനിക്കണം എന്നൊരു മെസ്സേജ് അദ്ദേഹം കൊടുത്തിരുന്നു. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനാണ് എപ്പോഴും ഒരു സ്റ്റേറ്റ് ശ്രമിക്കേണ്ടത്. പക്ഷെ ഇവിടെ സ്റ്റാലിൻ വന്ന് പറയുകയാണ്, മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യണം, കൂടുതൽ കുട്ടികൾ ജനിക്കണം, എന്നാൽ മാത്രമേ പോപ്പുലേഷൻ കൂടുള്ളൂ എന്ന്. തമിഴ്നാട് അത്യാവശ്യം പോപ്പുലേഷൻ ഉള്ള, ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്റ്റാലിൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത്? അല്ലെങ്കിൽ വളരെ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, സതേൺ സ്റ്റേറ്റ് അല്ലെ, ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും എല്ലാവരും എന്ത് ചെയ്യുന്നു, ജോയിന്റ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്നൊരു കമ്മീഷനെതിരായിട്ട്, അല്ലെങ്കിൽ ഡിലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെതിരായിട്ട് ഘോരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലം എന്താ? ഈ പശ്ചാത്തലം കൃത്യമായി അറിഞ്ഞെങ്കിലായിരിക്കും ഇനി വരാൻ പോകുന്ന സിവിൽ സർവീസ് അല്ലെങ്കിൽ കേരള PSCയുടെ ഡിഗ്രി ലെവൽ, 10th +2 ലെവൽ പോലുള്ള എക്സാംസിന് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഇവിടെ നിന്നും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരും. കറണ്ട് അഫയേഴ്സിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണിത്. നമ്മുടെ സിലബസിലും ഇതുണ്ട്. ഇലക്ഷൻ കമ്മീഷനൊക്കെ സിലബസിലുള്ള ടോപ്പിക് ആണല്ലോ. അതുകൊണ്ട് ഈ ഒരു മേഖല നമുക്ക് ആഴത്തിൽ ഇറങ്ങി അങ്ങ് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ചാനലിലെ മെമ്പേഴ്സ് ആവാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമേ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താണെന്നുള്ളത് സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്താണെന്ന് അറിയണം. ഇതിന്റെ മലയാളം എന്താ? അതിർത്തി നിർണയ കമ്മീഷൻ. അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കോൺസെപ്റ്റ്. അതിർത്തി നിർണ്ണയിക്കുന്ന കമ്മീഷനാണ്. എന്തിന്റെ അതിർത്തിയാണ് നിർണ്ണയിക്കുന്നത്? കോൺസ്റ്റിറ്റ്യുവൻസീസ് അഥവാ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയാണ്. ഏത് നിയോജക മണ്ഡലങ്ങൾ? നമുക്കറിയാം, സംസ്ഥാന നിയമസഭകൾക്ക് നിയോജക മണ്ഡലങ്ങളുണ്ട്, ലോക്സഭയ്ക്കും നിയോജക മണ്ഡലങ്ങളുണ്ട്. ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഈ അതിർത്തി നിർണ്ണയിക്കുന്ന പ്രോസസ്സാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം തിരുവനന്തപുരം ഒരു ജില്ല എടുക്കുകയാണെങ്കിൽ ചിലപ്പം ഒരൊറ്റ ഡിസ്ട്രിക്റ്റിനുള്ളിൽ തന്നെ പല പല നിയോജക മണ്ഡലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം തന്നെ 2 ഡിസ്ട്രിക്റ്റിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇങ്ങനെ നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു കണക്കിന്റെ ബേസിസിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു ജനപ്രതിനിധിക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കാണും. ആ എണ്ണം ത്രൂ ഔട്ട് ഇന്ത്യ സെയിം ആയിരിക്കണം. ഇപ്പം കേരളത്തിൽ ഒരു MP ഒരു 10 ലക്ഷം ആൾക്കാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഗുജറാത്തിലും ആ സംഖ്യ സിമിലർ ആയിരിക്കണം, അല്ലെങ്കിൽ കാശ്മീരിലും ആ ഒരു സംഖ്യ സിമിലർ ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ആ പോപ്പുലേഷന്റെ ബേസിസിൽ അതിർത്തികൾ നിശ്ചയിച്ച് നിയോജക മണ്ഡലങ്ങൾ ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ് അതിർത്തി നിർണയം, ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നടത്തുന്ന ബോഡിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ഇതേ കമ്മീഷൻ തന്നെയാണ് ഇപ്പം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാർക്കുള്ള റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഇപ്പൊ ഏത് നിയോജക മണ്ഡലങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നതും ഇതേ കമ്മീഷൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്നിരിക്കുക. കാര്യം, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇക്വാളിറ്റി ഓഫ് വോട്ട്. ഇപ്പൊ കേരളത്തിലെ ഒരു MP ഒരു 100 പേരെ റെപ്രസെന്റ് ചെയ്യുന്നിരിക്കട്ടെ. പക്ഷെ തമിഴ്നാട്ടിലെ ഒരു MP അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഒരു MP 1000 പേരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു തുല്യത ഇല്ലാത്തൊരവസ്ഥ വന്നില്ലേ? ഇത് ഉണ്ടാവാൻ പാടില്ല. ഇത് കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന കാര്യം അറിഞ്ഞിരിക്കാം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്താണ്? രണ്ടാമത്തെ കാര്യം, ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് എന്തൊക്കെ? മൂന്നാമത്തെ പ്രശ്നം, ഇതിന്റെ ഭാഗമായിട്ടുള്ള പണികൾ എന്തൊക്കെ? സദേൺ സ്റ്റേറ്റ്സിന് കിട്ടാൻ പോകുന്ന പണി എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കുക. കുറെ പുതിയ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 82 കൃത്യമായി പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, നമ്മുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ സെൻസസ് കഴിയുമ്പോഴും ആ സെൻസസ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോക്സഭാ സീറ്റുകൾ റീഅഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? MP-മാരുടെ MLA-മാരുടെ എണ്ണം കൂടണം. ലോക്സഭയുടെ കേസിലാണെങ്കിൽ MP-മാരുടെ എണ്ണം കൂടണം. സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആർട്ടിക്കിൾ 170 പോലുള്ള ആർട്ടിക്കിൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പൊ ഈ പണി ചെയ്യുന്നത് അത് ഓരോ സെൻസസ് കഴിഞ്ഞിട്ടും നമുക്കറിയാം 2001 ഒരു സെൻസസ് ഉണ്ടായിരുന്നു, 2011 ഒരു സെൻസസ് ഉണ്ടായിരുന്നു, 2021 സെൻസസ് നടക്കേണ്ടതാണ്, പക്ഷെ നടന്നില്ല കോവിഡ് കാരണം. അതിന് മുമ്പ് 1991 സെൻസസ് ഉണ്ടായിരുന്നു. ഓരോ സെൻസസ് കഴിയുമ്പോഴും അതനുസരിച്ച് ലോക്സഭാ സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ആർട്ടിക്കിൾ 82 പറയുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എന്തിനാ ബേജാറാവുന്നത്, സദേൺ സ്റ്റേറ്റ്സ് എന്തിനാ ബേജാറാവുന്നത്, അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ ആർട്ടിക്കിൾ 81 നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ആർട്ടിക്കിൾ 81 പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലോക്സഭ മെമ്പേഴ്സ് ഈസ് 550. ഇത് ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ലോക്സഭ മെമ്പേഴ്സ് 550 ആയിരിക്കും. 530 എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിലെ റെപ്രസെന്റേറ്റീവ്സും 20 എന്ന് വെച്ചാൽ യൂണിയൻ ടെറിട്ടറീസിലെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും. ആർട്ടിക്കിൾ 170 സംസ്ഥാനങ്ങളുടെ കാര്യം പറയുന്നത്. അവിടെ 60 to 500 എന്നൊരു റേഞ്ച് ആണ് പറയുന്നത്. ഇത് രണ്ടിന് എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന് മാറി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പം പശ്ചാത്തലം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. നമുക്കിനി ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്താണെന്നുള്ളത് ഒന്ന് അരച്ചു കലക്കി പഠിക്കാം. കാര്യം കഴിഞ്ഞ സിവിൽ സർവീസ് പ്രിലിംസിന് ചോദ്യം വന്നതാണ്, എത്ര ഡീലിമിറ്റേഷൻ കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. 4 കമ്മീഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ പല പരീക്ഷകളിൽ വരുന്ന മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, ആരാണ് അപ്പോയിന്റ് ചെയ്തത്, എത്ര അംഗങ്ങളുണ്ട്, നമുക്ക് അതെല്ലാം പഠിക്കാം. ഓക്കെ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങൾ നമ്മൾ കണ്ടു. ആർട്ടിക്കിൾ 82 പറയുന്നുണ്ട് അല്ലെ, ഓരോ സെൻസസ് കഴിയുമ്പോഴും ഡീലിമിറ്റേഷൻ നടത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി കാലാകാലങ്ങളായി പാർലമെന്റ് നിയമം പാസ്സാക്കി അപ്പോയിന്റ് ചെയ്യുന്ന കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആരാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്? അത് ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ പാർലമെന്റ് നിയമം നിർമ്മിച്ചിട്ടാണ് ഈ പ്രോസസ് എല്ലാം നടത്തുന്നത്. അപ്പൊ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്, അതിൽ പ്രധാനം 3 അംഗങ്ങളുണ്ട്. 3 മെമ്പർ കമ്മീഷനാണ് കേട്ടോ. 2 സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ജഡ്ജിമാരോ, പിന്നെ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും. അങ്ങനെ 3 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അതുപോലെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3 പേരാണ് എന്ത് ചെയ്യുന്നത്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ളത്. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ എൻറ്റിറ്റി അല്ലെ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഇവരാണ് ഓരോ അതിർത്തി കൃത്യമായി നിർണ്ണയിക്കുന്നത്. ഇവര് അത്തരത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അതിർത്തി നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിസിഷനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് പോലും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നോട്ട് ഈവൻ കോർട്ട് ക്യാൻ ചാലഞ്ച് ദെയർ വെർഡിക്റ്റ് അല്ലെ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ റിപ്പോർട്ടിനെ തൊട്ട് കളിച്ചാൽ അക്കിളി തീക്കിളി സൂക്ഷിച്ചു. അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ റിപ്പോർട്ട് ഇറക്കി, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്ര സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇത്ര നിയോജക മണ്ഡലങ്ങൾ അതിന്റെ അതിർത്തിയിൽ ഇങ്ങനെയൊക്കെയാണെന്ന് റിപ്പോർട്ട് ഇറക്കി കഴിഞ്ഞാൽ ആർക്കും പിന്നെ അതിനെ തൊടാൻ ഒക്കത്തില്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. സുപ്രീം കോടതിക്ക് പോലും അതിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ലോക്സഭയിൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, സമ്മതിക്കുന്നു. പക്ഷേ സംസ്ഥാനങ്ങളുടെ കേസിൽ നിയമസഭകളും ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് റിപ്പോർട്ട് പഠിക്കാമെന്നുള്ളതല്ല, അത് റിപ്പോർട്ട് മോഡിഫൈ ചെയ്യാൻ അവർക്ക് ഒക്കത്തില്ല. ഇതൊക്കെ ഞാൻ ഉടനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എൻറ്റിറ്റി. അപ്പൊ ഇത് കറപ്ഷൻ ഫ്രീ ആയിട്ട് തന്നെ നടത്തണം. കാര്യം ഇവര് റിപ്പോർട്ട് ഇറക്കി കഴിയാൻ പറ്റുന്ന ഒരു കാരണവശാലും മാറ്റാൻ ഒക്കത്തില്ല. കാര്യം ഇവർക്ക് സിവിൽ കോടതിയുടെ പവറാണുള്ളത്. അങ്ങനെ അത്തരത്തിൽ അവര് ഇതുവരെ 4 എണ്ണം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 1952, 63, 73, 2002. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1952 ഡീലിമിറ്റേഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നീട് ഇങ്ങോട്ടുള്ളതാണ് ഈ പറയുന്ന പോലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരുന്നത്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. നമുക്ക് അങ്ങനെ ചോദ്യം വന്നാലോ അല്ലെ. എന്നാലും നിലവിൽ 4 ഡീലിമിറ്റേഷൻ പ്രോസസ്സുകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഏറ്റവും അവസാനം നടന്നത് 2002 അപ്പോ പ്രസിഡന്റ് അപ്പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ കൂടെ കട്ടയ്ക്ക് കൂടെ വർക്ക് ചെയ്യുക. അത് ഒബ്വിയസ് ആണല്ലോ, കാരണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇതിനകത്ത് അംഗമാണ് അല്ലെ. ആദ്യമായി ഡീലിമിറ്റേഷൻ ആക്ട് പാസ്സാക്കുന്നത് 1952 പറഞ്ഞു. അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, സുപ്രീം കോടതിക്ക് പോലും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. സത്യമാണ്, നോർമൽ സിനാരിയോയിൽ പറ്റത്തില്ല. പക്ഷെ ഇന്ത്യയിലെ സുപ്രീം കോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ ഓർഡിനറി പവറുകൾ കുറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർബിട്രറി, ഒരു ന്യായമില്ലാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ, ആർട്ടിക്കിൾ 13 ഉപയോഗിച്ച് ജുഡീഷ്യൽ റിവ്യൂ ഉപയോഗിച്ച് ഈ റിപ്പോർട്ടിനകത്ത് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് ക്യാൻസൽ ചെയ്യുകയോ ചെയ്യും. അപ്പൊ ഈ ഒരു പ്രസ്താവന, ഈ ഒരു ഒബ്സർവേഷൻ സുപ്രീം കോടതി നടത്തിയത് ഈ ഒരു പർട്ടിക്കുലർ കേസിലാണ് അല്ലെ. അപ്പൊ ഇത്
കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്തിരുന്നു. നമുക്ക് ഒരു പക്ഷേ കേശവാനന്ദ ഭാരതി കേസൊക്കെ ചോദിച്ച പോലെ കിഷോർ ചന്ദ്ര കേസ് ചോദിച്ചാലും, അല്ലെങ്കിൽ റാത്തോഡ് കേസ് എന്നെങ്കിലും ഓർത്തിരിക്കാം, കിഷോർ ചന്ദ്ര റാത്തോഡ് കേസ് എന്നെങ്കിലും ഓർത്തിരിക്കാം, ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ വന്നേക്കും അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. ബിക്കോസ് നമ്മുടെ സിലബസിൽ എന്തുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അമെൻമെന്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് മറ്റു പല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ നോക്കിക്കാണാൻ. ഇപ്പൊ കേസ് പോലുള്ള എക്സാംസിന് മെയിൻസിന് ഡിസ്ക്രിപ്റ്റീവ്ലി ചോദ്യം വരാം, ഇന്റർവ്യൂ സ്റ്റേജിൽ ഈ ചോദ്യങ്ങൾ വരാം. സോ PSCയുടെ UPSCയുടെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നടക്കാനുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു ഒപ്പീനിയൻ ക്രിയേഷൻ നടത്തണം. നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചർച്ച ചെയ്തു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഡീലിമിറ്റേഷൻ വളരെ നല്ലൊരു പ്രോസസ്സാണ്, ജനാധിപത്യത്തിന് അടിത്തറകൾ സൃഷ്ടിക്കുന്ന പ്രോസസ്സ് ഒന്നും തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ പിള്ളേച്ചാ. എന്താ പ്രശ്നം? അല്ല, ഒരു പ്രശ്നം ഉണ്ടല്ലോ വർമ്മ സാറേ, എന്താ ഇവിടുത്തെ പ്രശ്നം? സദേൺ സ്റ്റേറ്റ്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പണ്ട് തൊട്ടേ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ എക്സ്പേർട്സ് ആയിരുന്നു. കേരളമൊക്കെ ആണെങ്കിൽ റീപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി, അല്ലെങ്കിൽ പോപ്പുലേഷൻ നാം രണ്ട് നമുക്ക് രണ്ടെന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം പണ്ടേ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളല്ലല്ലോ, ഒരു കുടുംബത്തിൽ 4, 5, 6, 7 പിള്ളേരൊക്കെയാണുള്ളത്, നല്ല ഒരു ദമ്പതിമാർക്ക്. പക്ഷെ കേരളത്തിൽ എങ്ങനെയാണ്? പൊതുവെ 2 പേരാണ്, അല്ലെങ്കിൽ ഒരാളാണ്, ചില കൂട്ടലുണ്ട്, കുറയ്ക്കുന്നുണ്ട്. ഒരു ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ സ്റ്റേറ്റ്സ് നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ വിജയിച്ചു കഴിഞ്ഞു. അത് നല്ലൊരു കാര്യമല്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തൊരു അച്ചീവ്മെന്റ് ആണത്. പക്ഷെ നോർത്തേൺ സ്റ്റേറ്റ്സിലോ ഇപ്പോഴും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഹിമാചൽ പ്രദേശ് ഒക്കെ എക്സെപ്ഷൻസ് ആണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സെൻസസ് കഴിയുമ്പോഴും ഈ രീതിയിൽ പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകൾ കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയല്ലേ. പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് സദേൺ സ്റ്റേറ്റ്സിനെ പീനലൈസ് ചെയ്യുന്നതിന് തുല്യമല്ലേ, നമ്മളെ ശിക്ഷിക്കല്ലേ. നമ്മളൊരു നല്ല കാര്യം ചെയ്തോ നമ്മളെ ശിക്ഷിക്കുകയാണ്. കാര്യം ലോക്സഭയിൽ സീറ്റ് ഏത് സ്റ്റേറ്റിനാണോ കൂടുതൽ ആ സ്റ്റേറ്റ് ആയിരിക്കും പവർഫുൾ. ഇപ്പൊ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഇവർക്കൊക്കെ ഇഷ്ടം പോലെ സീറ്റ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇനിയും സീറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സദേൺ സ്റ്റേറ്റ്സിന് എന്തെങ്കിലും പവർ. കാര്യം ഭാവിയിൽ ചീഫ് മിനിസ്റ്റർ ആരാവണമെന്ന് നോർത്തേൺ സ്റ്റേറ്റ്സിൽ 2 or 3 സംസ്ഥാനങ്ങൾ തീരുമാനിക്കുക. ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ. നമുക്കൊന്നും ഒരു വോയിസും കാണത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ, അതായത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത സദേൺ സ്റ്റേറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളായി പല അമെന്റ്മെന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണം 42nd അമെന്റ്മെന്റ് ആക്ട് ഉണ്ടല്ലോ. ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് 1970. ഇതിന് 42nd അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും 1976 ഇതിനുശേഷം കുറെ സെൻസസുകൾ വരുന്നുണ്ട്. പക്ഷേ തൽക്കാലം നമുക്ക് ഡീലിമിറ്റേഷൻ പ്രോസസ് ഒന്ന് ഹോൾഡ് ചെയ്യാം, ഫ്രീസ് ചെയ്യാം. നോർത്തേൺ സ്റ്റേറ്റ്സ് ഈ പറഞ്ഞ പോപ്പുലേഷൻ കൺട്രോൾ അറ്റൈൻ ചെയ്യുന്നത് വരെ നമുക്ക് ലോക്സഭ സീറ്റുകളുടെ എണ്ണം കൂട്ടണ്ട എന്നൊരു ഡിസിഷൻ എടുക്കുകയാണ്. അങ്ങനെ 42nd അമെന്റ്മെന്റ് ആക്ടിൽ അടുത്തൊരു കുറെ വർഷത്തേക്ക് 2000 വരെ 1971 ലെവൽ ഓഫ് സെൻസസിൽ വർക്ക് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുക. 2000 വരെ നമ്മൾ ആർട്ടിക്കിൾ 82 ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഓരോ സെൻസസ് കഴിയുമ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മൾ ഫ്രീസ് ചെയ്യാണ്. 2000 ആവുന്ന വരെ നമ്മൾ ലോക്സഭ സീറ്റ് കൂട്ടുന്നില്ല. 1971 സെൻസസ് എങ്ങനെയാണോ അതിന്റെ ബേസിസിലായിരിക്കും കൂട്ടുക. പക്ഷെ 2000 ആയി, എന്നിട്ടും നോർത്തേൺ സ്റ്റേറ്റ്സിനെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ ഒത്തില്ല. അപ്പം പിന്നെയും ഒരു 10-25 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതാണ് 84th അമെന്റ്മെന്റ് ആക്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണ് 2026 ആവുന്നവരെ, അതായത് 25 വർഷത്തേക്ക് നമ്മൾ ഇനി ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ നടത്തണ്ട. അതുകൊണ്ട് സദേൺ സ്റ്റേറ്റ്സ് അപ്പൊ സേഫ് ആണ് കുറച്ച്, അല്ലെ? കാര്യം എന്തുകൊണ്ടാ? നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡീലിമിറ്റേഷൻ ഫ്രോസ് ചെയ്തു. നോർത്തേൺ സ്റ്റേറ്റ്സിനെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഡീലിമിറ്റേഷൻ കൊണ്ടുവരാം. അതായിരുന്നു അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ ഇപ്പോഴും അവർക്ക് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് 87th അമെന്റ്മെന്റ് ആക്ട് ഒക്കെ ആയപ്പോഴത്തേക്ക് 2003 ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നു. അതായത് അതിർത്തികളുടെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പക്ഷേ ലോക്സഭ, രാജ്യസഭ സീറ്റുകൾ കൂട്ടിയിട്ടില്ല. It allowed delimitation based on 2001 census without changing number of seats of constituencies. അത് പിന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ഇനി നടക്കാൻ പോകുന്നത്, കാര്യം 2026 ആവാറായാലും 2026 ഡീലിമിറ്റേഷൻ നടക്കാൻ സാധ്യത വളരെ അധികമാണ്. അത്ര സാധ്യത വന്നു കഴിഞ്ഞാൽ കേരളത്തിനൊക്കെ കാര്യമായിട്ട് ലോക്സഭാ സീറ്റുകൾ കൂടാനുള്ള സാധ്യത കുറവാണ്. തമിഴ്നാടിന് കുറച്ച് കൂടുതൽ. പക്ഷെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര അല്ലെങ്കിൽ ബീഹാർ പോലെയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് അത് ഭീകരമായ രീതിയിൽ ലോക്സഭയിൽ സീറ്റുകൾ കൂടും.
ഇത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോ സദേൺ സ്റ്റേറ്റ്സ് ഇത്രയും കഷ്ടപ്പെട്ട് പോപ്പുലേഷൻ കണ്ടിട്ട് സദേൺ സ്റ്റേറ്റ്സ് ശശിയാകും എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. അപ്പൊ ഇതാണ് ഇവിടുത്തെ അപ്പം ഇത് മാത്രമാണ് പ്രശ്നം, ഒരിക്കലും അല്ല. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഫിനാൻസ് കമ്മീഷന്റെ ഇക്വേഷൻസ് ആണ്. കാര്യം ഫിനാൻസ് കമ്മീഷന്റെ പണി എന്താ? സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് പൈസ കൊടുക്കില്ല, ഡെവല്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷന്റെ ബേസിസിലും കൂടെയാണ്, ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ ബേസിസിലും കൂടെയാണ്. ഫിനാൻസ് കമ്മീഷൻ എന്തിന്റെ ബേസിസിലാണ് പൈസ കൊടുക്കാൻ പറയുന്നത്? പോപ്പുലേഷന്റെ ബേസിസിലാണ്. അവർക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ അത് പോപ്പുലേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഇപ്പൊ പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ കാശ് കൊടുക്കാൻ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ പോപ്പുലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്താ പൈസ കിട്ടത്തില്ലേ? കിട്ടും, പക്ഷെ ഷെയർ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് റെപ്രസെന്റേഷൻ, ലോക്സഭയിലുള്ള റെപ്രസെന്റേഷനും കുറയും, അതുപോലെ തന്നെ ഫിനാൻസും കുറയും. ഇതിനേക്കാൾ ഡേഞ്ചറസ് ആയ ഒരു സിനാരിയോ ആണ് ജെറി മാൻഡറിംഗ് എന്ന് പറയും. ജെറി മാൻഡറിംഗ് അതായത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനോ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഫിലിയേഷനുള്ള ആൾക്കാർക്കോ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ ബോർഡറിനെ, അതിർത്തികളെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെറി മാൻഡറിംഗ്. പക്ഷെ ഇത് ഡിലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, സുപ്രീം കോടതി ജഡ്ജി ഉണ്ട്, ഹൈക്കോടതി ജഡ്ജി ഉണ്ട്, ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഒരു ഇത് നടക്കാനുള്ള സാധ്യത കുറവാണ്, കാര്യം നല്ല ഇന്റഗ്രിറ്റി ഉള്ള ഒരു ബോഡിയാണത്. പക്ഷെ ഇതിനുള്ള സാധ്യത തള്ളിക്കളയാവുന്നില്ല. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ മാനിപ്പുലേഷൻസ് വരുന്ന രീതിയിൽ ജെറി മാൻഡറിംഗിന്റെ ഭയം ആൾക്കാർക്കുണ്ട്. ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ന്യൂസ് പേപ്പേഴ്സിൽ നമ്മൾ കത്തി നിൽക്കുക ജെറി മാൻഡറിംഗ് എന്ന വാക്ക്. അപ്പൊ അത് നോർത്തിരിക്കുക. ഇതുപോലെ തന്നെയാണ് റിസോഴ്സ് അലോക്കേഷൻസ്. ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പോലെ തന്നെ കേന്ദ്ര സർക്കാർ പല രീതിയിൽ റിസോഴ്സുകൾ സ്റ്റേറ്റിന് കൊടുക്കുന്നത് പോപ്പുലേഷന്റെ ബേസിസിലായിരിക്കും. ഇപ്പൊ ഒരു പാലം പണിയണമെന്നിരിക്കട്ടെ, അപ്പൊ അവര് പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റിൽ പോയി പണിയാൻ നോക്കും, കുറവുള്ള സ്റ്റേറ്റിൽ പോയി പണിയാൻ നോക്കും. വോട്ട് കിട്ടണമെങ്കിൽ പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റിൽ പോയി പണിയണം. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ ഇംബാലൻസസ് ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിൽ വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇഷ്യൂ. ആസ് എ ബ്യൂറോക്രാറ്റ് എന്ത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് ഇതിനെ സജസ്റ്റ് ചെയ്യാനുള്ളത്? നിങ്ങൾ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറാണ്, അല്ലെങ്കിൽ ഒരു IAS ഓഫീസറാണ്, സിവിൽ സർവന്റ് ആണ്. അപ്പൊ നിങ്ങളത് ചോദിക്കുകയാണ്, സർക്കാർ ചോദിക്കുക നമുക്കിപ്പോ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? ആസ് എ ബ്യൂറോക്രാറ്റ് എന്ത് സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കമന്റ് സെക്ഷനിൽ പറയാം. ചില സൊല്യൂഷൻസ് എന്ന് പറയുന്നത് രാജ്യസഭയിൽ പ്രോപ്പർ റെപ്രസെന്റേഷൻ കൂട്ടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ നേരത്തെ ചെയ്തതുപോലെ ഫ്രോസ് ചെയ്യുക, അതുപോലെ റെക്കമെൻഡേഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റ്സിന് കൂടുതൽ റിസോഴ്സ് നിൽക്കുക, ആ ഇക്വേഷൻ മാറ്റുക. അങ്ങനത്തെ പല പല റെക്കമെൻഡേഷൻസ് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ആസ് എ ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്സ് ഭാവിയിൽ ഇപ്പൊ സബ് ഇൻസ്പെക്ടർ, SI ഒക്കെ ആവും, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ആവാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്ത് റെക്കമെൻഡേഷൻ ആണ് നിങ്ങൾക്ക് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം. സോ നിങ്ങളുടെ ഒരു ബ്യൂറോക്രാറ്റിക് ജേർണി നമുക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പരീക്ഷ ജയിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചു തുടങ്ങണം. ഏറ്റവും ഒരു അടിപൊളി ബ്യൂറോക്രാറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പോകാൻ പറ്റും. ഓക്കെ, കമന്റ് ചെയ്യാം. താങ്ക് യു, ബൈ.